നമസ്കാരം. തലസ്ഥാനത്തെ തുമ്പ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു വിചിത്ര കേസിനെ കുറിച്ചാണ്. ആ വിചിത്ര കേസിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഒരു ലോജിക് അറിയാൻ വേണ്ടി ഒരു CCTV ദൃശ്യം കാണിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ തുമ്പ പോലീസ് സ്റ്റേഷൻ, തുമ്പ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിന് സമീപമായിട്ട് വരുന്നതാണ്. തീരദേശ മേഖലയിലെ പോലീസ് സ്റ്റേഷനാണ് തുമ്പ എന്ന് പറയുന്നത്. VSSCക്ക് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തുമ്പ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള കുളത്തൂരിന് സമീപമുള്ള മൺവിളയിൽ ഒരു ബൈക്ക് ആക്സിഡന്റുകൾ സംഭവിച്ചു. രണ്ട് ബുള്ളറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ആ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വിചിത്ര കേസ്, വാദിയെ പ്രതിയാക്കിയ ആ കേസിന്റെ സംഭവം എന്താണെന്ന് ആദ്യം നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടതിന് ശേഷം ആ അപകടം ആരുടെ തെറ്റാണെന്ന് നിങ്ങൾ ഒന്ന് സ്വയം വിലയിരുത്തും. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ പറയാം. അപ്പോൾ CCTV ദൃശ്യം, ആ ദൃശ്യത്തിൽ നിങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടത് ഈ അപകടം നടന്നിരിക്കുന്നത് ആരുടെ തെറ്റുകൊണ്ടാണ് എന്ന് ഒരു ലോജിക് ചോദ്യമാണ്. റണ്ണിങ് കിടക്കുന്ന വണ്ടിയുടെ നമ്പർ ഇട്ടാൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ AMPR ക്യാമറ വേണം. സൈഡല്ല കിട്ടിയിട്ടുള്ളൂ. വണ്ടി ആക്ച്വലി ബാലൻസ് എന്ത് 360 റൈറ്റിലോട്ട് തിരിഞ്ഞെന്ന് അറിയത്തില്ല. നാല് സ്കൂട്ടറുണ്ട്, അതിനകത്ത് ഒരെണ്ണം ഇടിച്ചിട്ടില്ല അല്ലേ? ഇരിക്കുന്ന മറ്റേ രണ്ടും വീണപ്പോഴത്തേക്കും ഫാസ്റ്റ് ആണോ സാർ? മൺവിളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ബുള്ളറ്റും മൺവിളയിലോട്ട് പോകുന്ന ഒരു ബുള്ളറ്റുമാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു കാറ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. കാറ് പാസ് ചെയ്ത് പോയതിനു ശേഷം എതിർവശത്തു നിന്ന് വരുന്ന ബൈക്കിലേക്ക് ഈ സൈഡിലുള്ള ഒരു ബുള്ളറ്റ് റോങ് സൈഡിലേക്ക് കയറി അപ്പുറത്തുനിന്ന് വരുന്ന വാഹനത്തെ ഇടിച്ചിടുകയാണ്. അതിനുശേഷം പുറകിൽ നിന്ന് ഒരു വാഹനം തട്ടി വീഴുന്നുണ്ട്, ഒരു ബൈക്ക് കൂടി തട്ടി വീഴുന്നുണ്ട്. ഇത് ആരുടെ തെറ്റായിട്ടാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയത്? സ്വാഭാവികമായിട്ടും ഒറ്റ കാഴ്ചയിൽ CCTVയുടെ സൈഡിൽ കൂടി വരുന്ന ബുള്ളറ്റ് ആ കാറ് പാസ് ചെയ്ത് അല്ലെങ്കിൽ മറികടന്ന് പോയതിനു ശേഷം പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നു. ബുള്ളറ്റ്, അതായത് ഇടതുവശത്തുള്ള ബുള്ളറ്റ് റോങ് സൈഡിൽ വലതുവശത്തേക്ക് കടന്നു ചെന്ന് അതുവഴിയെ വളരെ പതിയെ വന്ന ബുള്ളറ്റിലേക്ക് ഇടിച്ചു കയറുന്നതാണ് ദൃശ്യം. അതിൽ തെറ്റുകാരാരെന്ന് ചോദിച്ചാൽ ഈ ക്രോസ് ചെയ്തു പോയ വ്യക്തിയാണല്ലോ. പക്ഷെ തുമ്പ CIയുടെ കണ്ടെത്തലാണ് കോമഡി. ആരാണ് പ്രതി? അപ്പുറത്തെ സൈഡിൽ കൂടെ മര്യാദയ്ക്ക് വന്ന് ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ടവൻ, അവൻ ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിരിക്കണം. നിങ്ങൾക്കത് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ വിശ്വസിച്ചേ മതിയാവും. അതുകൊണ്ടല്ലേ ചില പോലീസ് എഫ്മാന്മാരെല്ലാം മഹാ കോമഡിയാണെന്ന് പറയേണ്ടി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരെ? വാദിയെ പ്രതിയാക്കിക്കൊണ്ട്. അപകടം റോഡിൽ നടക്കുന്നത് സർവ്വസാധാരണമാണ്. പക്ഷെ അതിന്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാതെ ഒരാൾ പരാതിയുമായിട്ട് വന്നുടനെ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പാവപ്പെട്ട വലതുവശത്തൂടെ വളരെ പതിയെ വന്ന ടെക്നോ പാർക്ക് ജീവനക്കാരനെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചിട്ടവൻ, അവൻ കേസിലെ പ്രതിയല്ല. ഇടി കൊണ്ടു വീണവൻ, അവൻ ഇപ്പോൾ പ്രതിയായിരിക്കണം. അതിന്റെ ഒരു FIR ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതെ, നോക്കിയേ. പ്രതി കൃത്യസമയം KL 22U 0471 നമ്പർ മോട്ടോർ സൈക്കിളിന്റെ റൈഡറായി ചുമതല വഹിച്ച് അപാകമായും ഉദാസീനമായും മനുഷ്യജീവന് ആപത്തു വരുത്തുന്ന വിധം ചാവടിമുക്ക് മുക്കാലയ്ക്കൽ റോഡ് ചാവടിമുക്ക് ഭാഗത്ത് നിന്നും കുളത്തൂർ ഭാഗത്തേക്ക് ഓടിച്ചു വന്ന് 4/8/2025 രാവിലെ 10 മണിക്ക് മൺവിള മുരുകൻ കോവിലിന് മുൻവശം വെച്ച T റോഡ് എതിർദിശയിൽ നിന്ന് വന്ന ആവലാതിക്കാരൻ അളിയൻ ദീപു 34 വയസ്സ് ഓടിച്ചു വന്ന KL 22Q 9784 നമ്പർ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന്റെ മുൻവശത്തായി കൊണ്ട് ഇടിച്ചതിൽ വെച്ച് ദീപു റോഡിലേക്ക് തെറിച്ചു വീണ് ടിയാന്റെ താടിയിലും ഇടത് കാൽമുട്ടിലും ഇടത് കൈ ചെറുവിരലിലും മുറിവുകളും ഇടതുകാൽ തുടയിലെയും ഇടതുകാൽ മുളങ്കാലിലെയും അസ്ഥികൾക്കും പൊട്ടലും വലത് കൈ ചെറുവിരൽ മുറിഞ്ഞു പോകുന്നതിനും ഇടയാക്കി. പ്രതി മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് കേട്ടല്ലോ. പ്രതി മേൽപ്രകാരം പറഞ്ഞിരിക്കുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ആര്? അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നവൻ. ഈ വണ്ടി കൊണ്ട് ഇടിച്ചവൻ പ്രശ്നമല്ല, കാര്യം ഇയാൾക്ക് പരിക്കുണ്ട്, കാൽ തുടയില് പൊട്ടലുണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ
ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ FIR. സാമാന്യ ലോജിക്ക് അനുസരിച്ച് ആ CCTV ദൃശ്യം കണ്ടതിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എതിർ ദിശയിൽ വന്ന വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന്? അയാൾ ഓവർ സ്പീഡോ അല്ലെങ്കിൽ കുറച്ചുകൂടി ട്രാക്കിന് അടുത്തേക്ക് വരികയോ ഒന്നും ചെയ്തില്ല. അയാൾ ഇടതുവശം ചേർന്ന് തന്നെയാണ് യാത്ര ചെയ്തത്. പക്ഷെ തുമ്പ CIയുടെ കാഴ്ചപ്പാടിൽ 2-3 കാര്യമുണ്ട്. അതായത്, നീ എന്തുകൊണ്ട് ഇടതുവശം ചേർന്ന് പതിയെ വന്നു? അതുകൊണ്ടാണല്ലോ അപകടം ഉണ്ടായത്. നീ കുറച്ച് വേഗത്തിൽ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കില്ലായിരുന്നു? ഈ വണ്ടി വന്ന് ഇടിക്കുമായിരുന്നോ? ഇല്ല, നീ അങ്ങ് പാസ് ചെയ്ത് പോയനെ ഈ അപകടമേ ഉണ്ടാകില്ലായിരുന്നു. പിന്നീട് നീ എന്തിനാണ് കൃത്യമായിട്ട് ട്രാഫിക് റൂളുകൾ പാലിക്കാൻ പോയത്? ട്രാഫിക് റൂൾ പാലിക്കാതെയൊക്കെ പോയിരുന്നെങ്കിൽ ഈ അപകടമേ ഉണ്ടാകില്ല. ഈ രീതിയിലാണ് CI ഈ വിഷയത്തെ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു CCTV ദൃശ്യം നിലനിൽക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു FIR ഒരു നിരപരാധിയായ വ്യക്തിക്കെതിരെ ചുമത്തിയത് എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിൽ ഇത് വിഡ്രോ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില പോലീസ് സ്റ്റേഷനിലെ ചില CIമാർ FIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യകാരണങ്ങൾ നോക്കൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും തെറ്റ് ചെയ്യാത്ത വ്യക്തിക്കെതിരെ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് CI പദവിയിൽ ഇരിക്കാനുള്ള അർഹത എന്ന് നമ്മൾ ചോദിക്കേണ്ടതില്ലേ? ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കാതെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ചിന്തിക്കാതെ ഒരു പരാതിയുമായി ഒരാൾ വരുന്നു, അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് അതേപടി തെറ്റ് ചെയ്ത ആളെ നിരപരാധിയാക്കിക്കൊണ്ട് ആരാണോ നിരപരാധി ആ നിരപരാധിയെ പ്രതിയാക്കുന്ന സാഹചര്യം കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ ഇതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വിമർശിക്കേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിനെ ആയിരിക്കും വിമർശിക്കുന്നത്. കാര്യം ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റുകളുടെ എല്ലാ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണല്ലോ. അത് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ത് തരം ഗുരുതരമായിട്ടുള്ള അലംഭാവമാണ്, എന്ത് തരം വീഴ്ചയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത്തരം ഒരു കോമഡി കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ ഈ CCTV ദൃശ്യം പരിശോധിക്കുന്ന ഒരു ജഡ്ജി പോലും ആ ഒരു FIR കണ്ടിട്ട് എന്തായിരിക്കും തീരുമാനമെടുക്കാൻ പോകുന്നത്? പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിമർശനം കൂടി വരും. അപ്പോ ചിലർ മനഃപൂർവ്വം അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത്രയും ജീവിക്കുന്ന തെളിവുകൾ മുന്നിൽ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെയൊക്കെ മാനസികാവസ്ഥ പരിശോധിക്കേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും ഇടപെടലിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലോ സാമ്പത്തിക ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്തി കൃത്യമായിട്ട് ഇത്തരം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി അനിവാര്യമാണെന്ന് പറയേണ്ടി വരികയാണ്.